ഞാൻ കുറെ എക്സ്പോസ് ആയിട്ടുള്ള ഫോട്ടോ കാര്യങ്ങൾ ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് തെറി വിളിക്കാൻ വേണ്ടി മാത്രമേ നെഗറ്റീവ് അടിക്കാനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ അമ്മ അതിന് ഞാൻ അതൊന്നും ആരുടെ വാക്ക് കേൾക്കാതെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഇട്ടത് കൊണ്ടാണ് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. എന്റെ കുലശ്രീ കളിച്ച് ഞാൻ നടന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 10 വയസ്സ് എന്റെ കയ്യിലുണ്ടാവത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഇതുണ്ടോ, ഒരു ചാർപ്പായാണ്. ആ കുഞ്ഞു ഭാവയാണ്, 2 കുഞ്ഞു പിള്ളേരാണ് ഇതൊക്കെ ഉള്ളത്. ആ കുഞ്ഞു പിള്ളേരെയും കൊണ്ട് രാത്രിയിലൊക്കെ കിടക്കുന്ന നടക്കില്ല. അതൊക്കെ ടോയ്ലറ്റില്ല. ഒരു എന്താ പറയാ, നമ്മുടെ കാടിന്റെ മക്കളുടെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അവര് നമ്മുടെ വെയിറ്റിംഗിലാണ്. ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അങ്ങോട്ടേക്ക് കയറും. ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോണേട്ടോ. അപ്പം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതെ, നിമിഷ ബിജോ, നമുക്കറിയാം നിമിഷ ബിജു സോഷ്യൽ മീഡിയയിൽ തൃശൂർ പൂരത്തിനിടയിൽ പുലി കളിച്ചുകൊണ്ട് വലിയ ജനപ്രീതി കരസ്ഥമാക്കിയ നിമിഷ ബിജു നിരവധി കോൺട്രവേഴ്സികൾ ഉണ്ടായിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ തുണി പറിക്കുന്നു എന്ന ഒരു കാരണത്താൽ നിരവധി ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ സ്ത്രീ സമൂഹം അടച്ചാക്ഷേപിക്കുന്ന ഒരു പെൺകുട്ടി തന്നെയായിരുന്നു നിമിഷ ബിജോ. നിമിഷ ബിജോയുടെ പെയ്ഡ് മെമ്പർഷിപ്പും ലൈവുകളും ഒക്കെ വളരെ സജീവമായി എല്ലാ രാത്രികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു നിമിഷ ബിജോ എന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്തു, അതേപോലെ ഏതൊരു സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയയിൽ തുണിയഴിക്കാൻ നിർബന്ധിതയായത്, ഏറെ ഞെട്ടലുളവാക്കുന്ന ഒരു സത്യം ഒടുവിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി പരിശോധിക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് അതേ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പേജ് ഒന്ന് ഫോളോ ചെയ്ത് കാണാൻ ശ്രമിക്കുക. എന്താ പറയാ, നമ്മുടെ കാടിന്റെ മക്കളുടെ അടുത്തേക്കാണ് നമ്മൾ പോണത്. അപ്പൊ അവര് നമ്മുടെ വെയിറ്റിംഗിലാണ്. ഏകദേശം കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ അങ്ങോട്ടേക്ക് കയറും. ഒരു ഫോറസ്റ്റ് ഏരിയയിലേക്കാണ് നമ്മൾ പോണേട്ടോ. അപ്പം ചെറിയ ചെറിയ സംഭവമൊക്കെ ഞാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ടൈമാണ് ഞാൻ നേരിട്ട് പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഞാൻ ഭയങ്കര ഹാപ്പിയിലാണ്. എന്തോ വലിയൊരു സംഭവം പോലെ ഞാൻ വലിയൊരു സംഭവം, എന്താ പറയാ, വലിയൊരു കടമ ചെയ്ത ഒരു ഫീലിങ്സിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. എന്റെ ഒരു സന്തോഷം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഞാൻ മാത്രമല്ല, അതാ ബിജോ ചേട്ടനുണ്ട്. ആയി വന്നിട്ട് ഒരു 10 മിനിറ്റോളം ആയി വന്നിട്ട് അവര് വെയിറ്റ് ചെയ്യാം. മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു. അപ്പോ സാധനങ്ങളെല്ലാം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം പാക്ക് ചെയ്തിട്ട് ഇതിപ്പം ഞങ്ങൾ പോവുകയാണ്. 33 വീടാണ് ടോട്ടൽ ഉള്ളത്. 33 വീട് അവർക്ക് വേണ്ടിയുള്ള ഫുഡ്, അതായത് ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന അരി അടക്കം മുളകുപൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. പിന്നെ ഞാൻ കുറേ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ അവര് ടാർപ്പായയിലാണ് കിടക്കുന്നത്. ടാർപ്പായ ഇങ്ങനെ 4 ടാർപ്പായ ചുറ്റിലും കെട്ടിയിട്ടാണ് അവർ കിടക്കുന്നത്. അപ്പൊ അവർക്കുള്ള ടാർപ്പായ എടുത്തിട്ടുണ്ട്. അവർക്ക് കറണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് പോകണത് കേട്ടോ. അപ്പം എല്ലാരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ കുറെ എക്സ്പോസ് ആയിട്ടുള്ള ഫോട്ടോ കാര്യങ്ങൾ ഇട്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് തെറി വിളിക്കാൻ വേണ്ടി മാത്രമേ നെഗറ്റീവ് അടിക്കാനും ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എന്നെ അമ്മ അതിന് ഞാൻ അതൊന്നും ആരുടെ വാക്ക് കേൾക്കാതെ ഞാൻ അങ്ങനത്തെ വീഡിയോസ് ഫോട്ടോസ് ഒക്കെ ഇട്ടത് കൊണ്ടാണ് എനിക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചത്. എന്റെ കുലശ്രീ കളിച്ച് ഞാൻ നടന്നിരുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 10 വയസ്സ് എന്റെ കയ്യിലുണ്ടാവത്തില്ല. ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാ. എന്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല. അതുപോലെ എല്ലാവർക്കും സാധിക്കും. അതെ, ഏറെ ഞെട്ടുളവാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. അതായത് താരം തുണി പറിച്ച് ഇത്രയും കാലം സോഷ്യൽ മീഡിയയിൽ ആടിയത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല. ചില മുടിവുകൾ എടുത്തിരുന്നു നേരത്തെ. അതായത് ചാരിറ്റി തന്നെയായിരുന്നു ലക്ഷ്യം. ആദിവാസി ഊരുകളിൽ പോയി 33ഓളം കുടുംബങ്ങളെ സഹായിക്കാൻ താരം തയ്യാറാവുകയാണ്. അതിനോടൊപ്പം താരം ആവശ്യപ്പെടുന്നത് താൻ ഇത്തരത്തിലുള്ള എക്സ്പോസിങ് നടത്തിയത് കൊണ്ട് മാത്രമാണ് തനിക്ക് ഇങ്ങനത്തെ ചാരിറ്റി നടത്താൻ സാധിച്ചത്. കള്ളമാറുകളായി ഒക്കെ എന്നെ തെറി പറയാതെ, സീരിയലും കണ്ട് വീട്ടിൽ കുത്തിയിരിക്കാതെ ഈ രീതിയിൽ മെമ്പർഷിപ്പ് ലൈവുകളും ഹോട്ട് സീനുകളും ഒക്കെ ചെയ്ത് ചില ചാരിറ്റികൾ ഇനിയെങ്കിലും ചെയ്യാൻ തയ്യാറായിക്കൂടെ എന്നാണ് ഓള് ചോദിക്കുന്നത്. വനത്തിനുള്ളിൽ ആദിവാസി ഊരുകളിൽ പോയ നിമിഷ ചേച്ചി എന്താണ് ചെയ്തത്? വരട്ടെ വീഡിയോ. ഒന്നാലോചിച്ച് നോക്കുക, തന്റെ സെലിബ്രിറ്റി പരിവേഷം ഒന്നും വകവെക്കാതെ ആദിവാസി ഊരുകളിൽ പോയി അവരുടെ കുട്ടികളെ ലാളിക്കുന്നു, എടുക്കുന്നു, പാല് കൊടുക്കുന്നു. അത്തരത്തിലുള്ള ഒരു സാധാരണക്കാരിയായി നിമിഷ ചേച്ചി മാറുന്ന വൈകാരിക രംഗങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു അമ്മയോടൊപ്പം ചീനി പൊടിങ്ങിയത് കഴിക്കുന്നു. ഏറെ വൈകാരികമായ നിമിഷങ്ങൾ.
കാര്യം എന്തൊക്കെ പറഞ്ഞാലും വളരെ മാതൃകാപരമായ ഒരു സമീപനം തന്നെയാണ് നിമിഷ ചേച്ചിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഏതൊരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു ചിന്താഗതി ചേച്ചിക്ക് തോന്നിയതിൽ ദുരുദ്ദേശമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചേച്ചി തുണി അഴിച്ചിട്ടാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ തൻ്റെ തുണി പറിച്ചിട്ടാണെങ്കിലും ഈ ഒരു ചാരിറ്റി ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ്, ആ ഒരു വലിയ മനസ്സിനുടമയാണ് ചേച്ചി എന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോഴെനിക്ക് ബാങ്ക് ബാലൻസ് പിടിക്കാൻ പറ്റി, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് എന്റെ കയ്യിൽ പൈസ ആയതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചത്. അപ്പൊ എന്റെ കൂടെ നിങ്ങൾ നിൽക്കുക. ഒരുപാട് പേര് നമ്പർ ഇട്ട് തന്നിട്ടുണ്ട്. എനിക്ക് കുറെ ആൾക്കാരൊന്നും വിളിക്കാൻ പറ്റിയിട്ടില്ല, കാരണം എനിക്കൊരു പരിധിയുണ്ട്, എനിക്ക് തിരക്കുകളുണ്ട്. ഞാൻ ഒരുപാട് തിരക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എനിക്ക് ഒരു പരിധികളുണ്ട്. നിങ്ങൾ ചിന്തിക്കണം, സോഷ്യൽ മീഡിയയിൽ നിന്ന് നമുക്ക് വരുമാനവും റീച്ചുമാണ് കിട്ടുന്നത്, അല്ലാതെ വേറെ എന്ത് തേങ്ങയാണ് അതിനകത്തുനിന്ന് കിട്ടുക? അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കൂടി വന്ന 2-3 ദിവസം എല്ലാവരും വന്ന് കുറച്ച് നല്ല കമന്റ്സ്, ഒരു 4-5 കമന്റ് ഇടും. പിന്നെ അതിനകത്ത് ആർക്കും വേണ്ട. പക്ഷെ ഇച്ചിരി തുട കാണിക്കുന്നതോ അല്ലെങ്കിൽ ഇച്ചിരി ക്ലീവേജ് കാണിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ കമന്റിന്റെ പൂരമാണ് അതിനകത്ത്. അപ്പൊ എനിക്കത് റീച്ച് ആവും, എനിക്ക് കൂടുതൽ പേയ്മെന്റ് കിട്ടും. ഇതൊക്കെ എനിക്ക് സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നോക്കുക, ഇവിടെ ഓളെന്താണ് ചെയ്ത് തന്റെ സ്വന്തം ശരീരം മറ്റുള്ളവർക്ക്, അതായത് ഞരമ്പന്മാർക്ക് കാണാൻ വേണ്ടി ലോകമെമ്പാടുമുള്ള ഞരമ്പന്മാർക്ക് ഒരു കാഴ്ച വസ്തുവാക്കി മാറ്റുന്നു. നമുക്കറിയാം, ഞരമ്പന്മാർ ഒരു കാലത്തും ഒരുത്തനും ഒരു ചാറ്റ് ചെയ്യുന്ന പഹയന്മാരല്ല. ഞരമ്പന്മാർ ആകെ പൈസ മുടക്കുന്നത് ഇത് കണക്കുള്ള സബ്സ്ക്രിപ്ഷനിലും ഇതേമാതിരിയുള്ള ഞരമ്പ് പരിപാടികൾക്ക് വേണ്ടിയാ. ഓല കയ്യിലെ പൈസ സമാഹരിച്ച് സ്വരൂപിച്ച് നല്ലൊരു പ്രവൃത്തിക്ക് ഓള് തുടക്കമിട്ടിരിക്കുന്നു, ഒരു ചാരിറ്റി. അതായത് ഞരമ്പന്മാർ ഡയറക്റ്റ് അല്ലാതെ ഞരമ്പന്മാർ പൈസ ഒരു വിഭാഗം ആളുകൾക്ക്, പാവപ്പെട്ടവരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു സൈക്കോളജിക്കൽ ഒരു മൈൻഡ് ഗെയിം തന്നെയാണ് താരം ഇവിടെ കളിച്ചിരിക്കുന്നത്. അതായത് താരം പറയുന്നത് തന്റെ തുടയും അമ്മഞ്ഞയൊക്കെ ആര് കണ്ടാലും എനക്ക് പ്രശ്നമില്ല, എനക്ക് ചാരിറ്റി ചെയ്യണം, അത്തരത്തിലൊരു മൂഡ് ഞാൻ എടുത്തു കഴിഞ്ഞു. നോക്കുക, അവളുടെ മനസ്സിന്റെ വലിപ്പം ഒന്ന് നോക്കുക. എന്തുമാത്രം വലിയ മനസ്സുള്ള ഒരു പെൺകുട്ടി തന്നെയാണ് നിമിഷ ചേച്ചി. ഒരുപാട് നമ്പറുകൾ, ഒരുപാട് പെൺകുട്ടികൾ നമ്പർ ഇട്ടിട്ടുണ്ട്. ദയവ് ചെയ്ത് പെൺകുട്ടികൾ നമ്പർ ഇടുമ്പോൾ ശ്രദ്ധിക്കുക, മിസ്യൂസ് ആവരുത്. നിങ്ങൾ പബ്ലിക്കായിട്ട് നമ്പർ ഇടുമ്പോൾ നിങ്ങളെ അവസ്ഥ കൊണ്ടായിരിക്കും നിങ്ങൾ ഇടുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലി നമ്പർ അയക്കുക. എന്നിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വിളിച്ചിട്ടുണ്ട്. ഇന്നിപ്പോ ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല ഒരു ഫണ്ട് കാര്യങ്ങൾ നമുക്ക് ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൂടി എന്നോട് AC വെച്ചതാ, ഫ്രിഡ്ജ് മേടിച്ചതാ, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡ് കാല് വയ്യാതെ കിടക്കുക, മാസം ചെലവിന് താന്നൊന്നും പറഞ്ഞ് എന്നെ കൊണ്ട് താങ്ങൂല. സത്യം മാറ്റി. എനിക്ക് 2 മക്കളുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന എന്റെ മക്കളെ. എനിക്കേ പഠിക്കാൻ പറ്റത്തില്ല, എന്റെ കൊച്ചിനെ എനിക്ക് പഠിപ്പിക്കണം. പിന്നെ ഈ ഇരിക്കുന്ന ഒരു മുതല്, ഇതിന് അത്യാവശ്യം ഒരു മാസം നല്ല മരുന്നൊക്കെ കഴിക്കുന്ന ഒരു മുതല് തന്നെയാ. അപ്പൊ അതിനുള്ള മരുന്ന് മേടിക്കണം. ഇതൊന്നും എനിക്ക് ഒരാളും കൊണ്ട് തരാനൊന്നും ഇല്ല. എനിക്ക് ഈ സോഷ്യൽ മീഡിയ വരുമാനവും പിന്നെ ഞാനൊരു കുറച്ച് കുട്ടികളെ ഡാൻസ് ഒക്കെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടൊക്കെയാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഒന്ന് കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, എന്നെ എന്റെ ഇഷ്ടത്തിന് വിടുക. ആർക്കെങ്കിലും നിങ്ങൾ എനിക്കിടുമ്പോൾ നിങ്ങൾ എനിക്കിടുന്ന നെഗറ്റീവ് കമന്റ് എനിക്ക് സങ്കടമായെങ്കിൽ പോലും മറ്റുള്ളൊരു ഫാമിലിയോ അല്ലെ മറ്റുള്ളൊരു കുടുംബമോ അവര് രക്ഷപ്പെടട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആലോചിക്കുക, നിമിഷ ചേച്ചി അസഭ്യം പറഞ്ഞ നമ്മൾ ഓരോരുത്തരും ദുഃഖിക്കുന്നുണ്ടാവും. ഇതായിരുന്നു നിമിഷ ചേച്ചിയുടെ മനസ്സിൽ. അതായത് താൻ മോശമായാലും വേണ്ടില്ല, സമൂഹത്തിന് മുന്നിൽ താൻ വളരെ പടുമോശമാണെന്ന് മുദ്രകുത്തിയാലും വേണ്ടില്ല, പാവപ്പെട്ടവർക്ക് തന്നിലൂടെ ഉപകാരമുണ്ടാവണമെന്നുള്ള ഒരു ദൃഢനിശ്ചയമെടുത്ത ഒരു താരമായിരുന്നു. എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? ഇപ്പോഴെങ്കിലും നിമിഷ ചേച്ചിയോടുള്ള നിങ്ങളുടെ ആ ഒരു ദേഷ്യം, അതായത് നിമിഷ ചേച്ചി സോഷ്യൽ മീഡിയയിൽ തുണി അഴിക്കുന്നത് ഇതിനു വേണ്ടിയായിരുന്നു എന്നറിഞ്ഞപ്പോൾ നിങ്ങളുടെ ആ ഒരു മനോഭാവം മാറിയോ? എങ്ങനെയാണ് നിങ്ങൾ ഇതിനെ കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ഒരു വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.